നമസ്കാരം. ഞാൻ കലാഭവൻ സരിക. നക്ഷത്രദീപങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും എനിക്ക് കൂടെ വേണം. ഏത് ടീമാണെന്നൊന്നും ഇപ്പം ഞങ്ങൾക്കറിയില്ല. എന്നാലും ഏത് ടീമായാലും എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ ടീമിന് വേണ്ടി ചെലവഴിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും കൈരളി TV പുതിയതായി തുടങ്ങാൻ പോകുന്ന നക്ഷത്രദീപം എന്ന പ്രോഗ്രാമിൽ വേണം, പ്രത്യേകിച്ച് എൻ്റെ കൂടെ. ഞാൻ കലാഭവനിലെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് രാജാസ് ഹൈസ്കൂളിലാണ്. അവിടെ വെച്ച് യുവജനോത്സവ വേദിയിൽ 8 ഐറ്റം ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കലാതിലകമാണെങ്കിൽ 8 ഐറ്റത്തിന് പങ്കെടുക്കണം. അങ്ങനെ 7 ഐറ്റം വരെയായി: ലളിതഗാനം, മാപ്പിളപ്പാട്ട്, ഉറുദു പദ്യം. അങ്ങനെ 8ാമത്തെ ഒരു ഐറ്റം കിട്ടിയില്ല. അപ്പോൾ അച്ഛനാണ് പറഞ്ഞതൊരു കാര്യം ചെയ്യും, മിമിക്രി. കാരണം പെൺകുട്ടികൾ അധികം പങ്കെടുക്കാത്തൊരു ഫീൽഡാണ്. അപ്പം മിമിക്രി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പഴയ ഗായികമാരുടെ ശബ്ദം ഒരുപാട് CD, ജാനകി അമ്മയുടെയും പി ലീലയുടെയും സുശീലയുടെ അമ്മയുടെയൊക്കെ ഒരുപാട് CD വാങ്ങിച്ച് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കേട്ട് പഠിച്ചു. അങ്ങനെ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ SLCക്ക് മാർക്കും കിട്ടി. ആ സ്റ്റേറ്റിൽ വിന്നറായ ഒരു മാർക്കുമുണ്ട്. കലാഭവൻ പോലുള്ള ഒരു വലിയൊരു സ്ഥാപനത്തിലൊന്നും മിമിക്സ് പരേഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവിടെ സ്ത്രീകളെ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛനും ഞാനും കൂടെ, അച്ഛൻ നേരിട്ട് കലാഭവനിൽ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ മിമിക്രി ചെയ്യും, യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ മിമിക്രിയിൽ പെൺകുട്ടികളെ അങ്ങനെ എടുക്കില്ല ഇവിടെ. പിന്നെ ഷോസിനൊക്കെ വല്ലപ്പോഴും ഈ സ്കിറ്റിനൊക്കെ കൊണ്ടുപോകുന്നല്ലാതെ അങ്ങനെ ട്രൂപ്പിലേക്ക് അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു. സിനിമാറ്റിക് ഡാൻസ് കളിക്കെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വിളിച്ച് കലാഭവൻ പോലുള്ളൊരു സ്ഥാപനമല്ലേ, അപ്പോൾ ഡാൻസെങ്കിൽ ഡാൻസ് എന്നും പറഞ്ഞു പോയി. അങ്ങനെ അവിടുത്തെ ഇന്നും ഞാൻ വലിയൊരു മനുഷ്യനായിട്ട് കരുതുന്ന സോബി ജോർജ് എന്ന് പറഞ്ഞ സാറിൻ്റെ മുമ്പിൽ ഞാൻ അന്ന് യുവജനോത്സവത്തിന് ചെയ്ത മിമിക്രി ചെയ്തു. സാറിന് അന്ന് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് അന്ന് തന്നെ എൻ്റെ അടുത്ത് മിമിക്രി ട്രൂപ്പിൽ ഒരു 4 അംഗ സംഘം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ എൻ്റെ അടുത്ത് മിമിക്രി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കലാഭവനിലെ ആദ്യത്തെ പെൺ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാനാണ്. സോബി സാർ തന്നെയാണ് എനിക്ക് കലാഭവനിൽ സരികയുടെ കൂടെ കലാഭവനും കൂടെ വെക്കണം എന്ന് പറഞ്ഞ് കലാഭവൻ സരിക എന്നുള്ള പേരുണ്ട്. കലാഭവനിൽ ഒരു 1.5 വർഷത്തോളം ഒരുപാട് സ്റ്റേജിൽ ഞാൻ പങ്കെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അത് കണ്ടിട്ട് ഒരുപാട് സ്റ്റേജിലെ പ്രോഗ്രാം കണ്ടിട്ട് KS പ്രസാദ് ഏട്ടൻ്റെ കോമഡി മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാമിൽ, മമ്മൂട്ടിയും സിദ്ദിഖ് ലാലൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. എൻ്റെ ഒരു ആദ്യത്തെ മെഗാ സീരിയൽ എന്ന് പറയുകയാണെങ്കിൽ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഞാൻ അഭിനയിക്കാൻ ആദ്യമായിട്ട്, ആ സീരിയലിൽ അഭിനയിച്ചതോടുകൂടി എൻ്റെ വിവാഹവും കഴിഞ്ഞു. അതിൻ്റെ ഡയറക്ടർ ദിലീപാണ് എൻ്റെ വിവാഹം കഴിച്ചത്. ഈ നിലയിൽ ഞാൻ എത്താൻ കാരണം എൻ്റെ അച്ഛനാണ്, അച്ഛനും അമ്മയും. കാരണം അമ്മയുടെ അമ്മ രോഹിണി പണ്ട് വലിയൊരു നാടക നടിയായിരുന്നു. ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ആ കലയാണ് എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ LIC ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഇന്ന് അവധി ആയതുകൊണ്ട് അച്ഛനെ നമുക്ക് കൈയോടെ കിട്ടി. ഇത് അമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ മകൾ സരികയെ പറ്റി പറയുകയാണെങ്കിൽ, ചെറുപ്പം മുതലേ ഏകദേശം ഒരു 4 വയസ്സ് പ്രായത്തിൽ തന്നെ സ്റ്റേജ് കയറി പരിചയമുണ്ടായിരുന്നു സരികയ്ക്ക്. കാരണം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നെല്ലിയാടി എന്ന ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു പ്രോത്സാഹനം കൊണ്ടാണ് അവൾ ഈ രംഗത്തേക്ക് ആദ്യമായി കാലുകുത്തുന്നത്. അതിനുശേഷം സ്കൂൾ യുവജനോത്സവ മത്സര പരിപാടികളിൽ എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ കൂടുതൽ സാമ്പത്തിക ചെലവുകളില്ലാത്ത പരിപാടിയിൽ ഞാൻ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു. SSLC എത്തിയ സമയത്ത് മിമിക്രി മത്സരത്തിന് പങ്കെടുക്കുകയും ആൺകുട്ടികളോടൊപ്പം മത്സരിച്ചുകൊണ്ട് അവൾക്ക് സംസ്ഥാന യുവജനോത്സവത്തിൽ വിന്നറാവാൻ കഴിഞ്ഞു. അതിനുശേഷം കൊച്ചിൻ കലാഭവനിൽ ആദ്യത്തെ ഒരു വനിതാ മിമിക്രി ആർട്ടിസ്റ്റായി കലാഭവൻ്റെ മിമിക്രി പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. സരിക എന്ന ഈ നിലയിലെത്താൻ കാരണം എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ ഒരു നടിയായിരുന്നു. അതിൻ്റെ കഴിവ് എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ മകൾക്കാണ് കിട്ടിയത്. എൻ്റെ അച്ഛനും നാടകമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ്.
ഡ്രാമ ബുക്കിങ്ങുകാരന് കൂടിയാണ് ഈ ശിവദാസൻ. നക്ഷത്ര ദീപങ്ങൾ എന്നതിൻ്റെ തിളക്കത്തിൽ സരിക്കും പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും വിജയാശംസകളും അവൾക്ക് നേരുന്നു. സരിയയ്ക്ക് നക്ഷത്ര ദീപങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അടുക്കളയാണ്. കാരണം അടുക്കളയിലെ ഒരു രാജ്ഞിയാണ് ഞാൻ. കാരണം അടുക്കളയിൽ ഞാൻ വേറെ ആരെയും അങ്ങനെ കൈ കടത്താൻ സമ്മതിക്കില്ല. പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഏറ്റെടുത്തോളും. എനിക്ക് നന്നായിട്ട് ആഹാരം പാചകം ചെയ്യാനറിയാം, നെയ്ച്ചോറ് ഉണ്ടാക്കാനറിയാം, ഇറച്ചിക്കറി ഉണ്ടാക്കാനറിയാം. അവളെ ചേച്ചീനെക്കാട്ടും നല്ല എല്ലാം അറിയവക്ക് തന്നെയാണ്. എല്ലാം പാകം ചെയ്യാനും എല്ലാത്തിനും ഇവളാണ് ഫസ്റ്റ്. ചേച്ചിക്ക് ശുചീകരണം നല്ല ശീലമാണ്. അതായത് എനിക്ക് വൃത്തിയാക്കൽ കുറച്ച് മടിയാണ്. ബാക്കി ഭക്ഷണ കാര്യം എല്ലാം നല്ല ഇതിലായിട്ട് ചെയ്യും. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ.